ഹലോ കൂട്ടുകാരെ, ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടും സിമ്പിളായിട്ടും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മഷ്റൂം ബിരിയാണി കണ്ടാലോ. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു മഷ്റൂം ബിരിയാണി എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് മഷ്റൂം ബിരിയാണി തയ്യാറാക്കാനായിട്ടുണ്ട്. അതിനായിട്ട് ആദ്യമേ തന്നെ കുറച്ച് മസാല തയ്യാറാക്കണം കേട്ടോ. അതിനായിട്ട് 1 ടീസ്പൂൺ കുരുമുളക്, പിന്നെ 1 ടീസ്പൂൺ മല്ലി, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി, പിന്നെ 2-3 പച്ചമുളക്, പിന്നെ കുറച്ച് പുതിനയില, കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി ചേർത്തിട്ട് നല്ല ഫൈനായിട്ടുള്ള പേസ്റ്റായിട്ട് നമുക്കിത് അരച്ചെടുത്തിട്ട് വരാം. നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കാൻ വേണ്ടി നോക്കണം കേട്ടോ. വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് വേണമെങ്കിൽ അരയ്ക്കാം. അതിനുശേഷം ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വയ്ക്കുക. അതിലേക്ക് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം അതിലേക്ക് ജീരകം, പട്ട, പിന്നെ നമ്മുടെ സ്റ്റാർ അനീസ്, പിന്നെ കുറച്ച് ബേ ലീഫ്, അതൊക്കെ നമ്മുടെ ഇതായിട്ടുള്ള ഗരം മസാലയുടെ സാധനങ്ങളാണ് കുറച്ച് ചേർത്ത് കൊടുക്കുക. അതിൻ്റെയൊക്കെ കറക്റ്റ് അളവുകൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ. അതിനുശേഷം അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് 2 ചെറിയ സവാള നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അത് ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ പേസ്റ്റ് ഉണ്ടല്ലോ, അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ ആ പേസ്റ്റിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും എല്ലാത്തിൻ്റെ ഒരു പച്ചമണം മാറുന്നിടം വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ അതിവിടെ നല്ലപോലെ വഴണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് ഒരു 1/4 കിലോയാണ് ഞാൻ എടുത്തിരിക്കുന്ന മഷ്റൂം. അതും കൂടി 4ആയിട്ട് കഷ്ണിച്ചതാണ്, ഇല്ലെങ്കിൽ 2ആയിട്ട് കഷ്ണിച്ചാലും മതി. അത് വലിയ കഷ്ണമായിട്ട് എടുക്കാം. അതും ഒരു ചെറിയ 2 തക്കാളിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ മഷ്റൂമും തക്കാളിയൊക്കെ ഒന്ന് വെന്തുടഞ്ഞ് വരണം. അതിനായിട്ട് ഒന്ന് തീ കുറച്ച് വെച്ചതിന് ശേഷം അടച്ച് വെച്ച് വേവിച്ചെടുക്കണേ. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്കും മഷ്റൂമും നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വരും. നല്ലൊരു സെറ്റായിട്ട് നല്ലൊരു മണം വരും കേട്ടോ. ആ ഒരു സമയത്ത് നമുക്കതിലേക്ക് ഒരു അരമണിക്കൂർ ഞാൻ കുതിർക്കാൻ വേണ്ടി വെച്ച ബസ്മതി റൈസാണിത്. അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളമൊന്നും ഇല്ലാതെ വേണം ചേർത്ത് കൊടുക്കാൻ. നല്ലപോലെ വെള്ളമൊക്കെ വാർന്നതിന് ശേഷം അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനകത്ത് 1 കപ്പ് അരിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്ന കണക്കാണ്. അപ്പോൾ അത് 2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിനകത്ത് ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ഇപ്പോൾ ഒന്ന് ചെക്ക് ചെയ്തേക്കാം. അതും കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ നമ്മളൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. നമ്മുടെ മസാലയും നമ്മുടെ അരിയൊക്കെ ഒന്ന് മിക്സായിട്ട് വരണം. അതിനുശേഷം ഇത് അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം. ഹൈ ഫ്ലെയിമിൽ ഒരു 8 മിനിറ്റ് വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് കുറഞ്ഞത് വയ്ക്കുക. ഏറ്റവും കുറഞ്ഞ ലോ ഫ്ലെയിമിൽ വേണം വയ്ക്കാൻ. അതിനുശേഷം ഇടയ്ക്കൊന്ന് ഇളക്കി ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മുടെ അരിയൊക്കെ ഒന്ന് മേളിൽ കിടക്കുന്ന അരി ഒന്ന് താഴത്തിട്ടൊക്കെ വരാൻ വേണ്ടി ഇടയ്ക്കൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം. ലാസ്റ്റ് അതിലേക്ക് കുറച്ച് നാരങ്ങാനീരും കൂടി ഒഴിച്ചതിന് ശേഷം ഇത് തീ ഓഫ് ചെയ്യുക. അപ്പോഴത്തേക്കും കറക്റ്റ് നമ്മുടെ അരിയൊക്കെ വെന്ത് നമ്മുടെ അരിയൊക്കെ നല്ലപോലെ വെന്ത് വെള്ളമൊന്നും ഇല്ലാതെ വന്നിട്ടുണ്ടായിരിക്കും. അതിന് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ബിരിയാണി ആണെങ്കിൽ എന്ത് റൈസ് ഉണ്ടാക്കുമ്പോഴും നമ്മൾ കുറച്ച് നേരം വെച്ചതിന് ശേഷം മാത്രം സെർവ് ചെയ്യുക. എന്നാലും മാത്രമേ നല്ല കറക്റ്റായിട്ടുള്ള ടെക്സ്ചർ കിട്ടത്തുള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള മഷ്റൂം ബിരിയാണി തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.